കോഴിക്കോട് വടകര കടത്തനാട് ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലെ കോടികളുടെ നിക്ഷേപ തട്ടിപ്പിൽ പരാതിക്കാരുടെ എണ്ണം വർദ്ധിക്കുന്നു. ലക്ഷങ്ങൾ നിക്ഷേപിച്ച പ്രവാസികളും വിരമിച്ച സർക്കാർ ജീവനക്കാരും അന്വേഷണ സംഘത്തിന് മുന്നിൽ പരാതി നൽകുകയാണ്. ആദ്യഘട്ടത്തിൽ പലിശ കൃത്യമായി ലഭിച്ചെങ്കിലും പിന്നീട് വർഷങ്ങളായി പലിശയും നിക്ഷേപവും ലഭിച്ചില്ലെന്നാണ് പരാതി. UDF നിയന്ത്രിക്കുന്ന കോഴിക്കോട് വടകര കടത്തനാട് ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലെ നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനിടെ കൂടുതൽ പരാതികളാണ് പുറത്തുവരുന്നത്. 10 ലക്ഷം, 15 ലക്ഷം, 20 ലക്ഷം എന്നിങ്ങനെ വലിയ തുകകൾ നിക്ഷേപിച്ചവരാണ് അന്വേഷണ സംഘത്തിന് മുന്നിലെത്തി മൊഴി നൽകിയത്. പരാതിക്കാരിൽ പ്രവാസികളും വിരമിച്ച സർക്കാർ ജീവനക്കാരും ഉൾപ്പെടുന്നു. ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണവും സ്വർണവും സൊസൈറ്റിയിൽ നിക്ഷേപിച്ച് വഞ്ചിതരായി എന്നാണ് ഇവരുടെ പരാതി. ആദ്യ വർഷങ്ങളിൽ വാഗ്ദാനം ചെയ്ത പലിശ കൃത്യമായി ലഭിച്ചിരുന്നുവെങ്കിലും കഴിഞ്ഞ 3 വർഷത്തോളമായി പലിശയും നിക്ഷേപ തുകയും ലഭിച്ചിട്ടില്ലെന്നാണ് പരാതിക്കാർ പറയുന്നത്. ഞങ്ങൾ ടോട്ടലി 85 ലക്ഷം രൂപ കിട്ടാറുണ്ട്. എനിക്ക് 15 ലക്ഷം രൂപ കിട്ടാറുണ്ട്. അതുപോലെ തന്നെ ഇവർക്ക് 20 ലക്ഷം രൂപയുണ്ട്. ഇത് ഭാസ്കറിന് 15 ലക്ഷമുണ്ട്. മൂസയ്ക്ക് 20 ലക്ഷം രൂപയുണ്ട്. 40 വർഷം പ്രവാസ ജീവിതത്തിലുണ്ടായ പൈസയാണ് ഞങ്ങൾ നിക്ഷേപിച്ചത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങൾ പൈസ തിരിച്ചു കിട്ടാൻ വേണ്ടിയുള്ള ഒരു നടപടിയിലേക്കാണ് ഞങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പലതവണ UDF സൊസൈറ്റി അധികൃതരുമായി ബന്ധപ്പെട്ടിട്ടും തൃപ്തികരമായ മറുപടി ലഭിച്ചില്ലെന്നും ഇവർ ആരോപിക്കുന്നു. സഹകരണ സംഘം ജോയിന്റ് ഡയറക്ടർ നടത്തിയ അന്വേഷണത്തിലാണ് സൊസൈറ്റിയിൽ 2.16 കോടി രൂപയിലധികം സാമ്പത്തിക തട്ടിപ്പ് നടന്നതായി കണ്ടെത്തിയത്. നിക്ഷേപരുടെ പരാതിയും കണക്കുകൂട്ടിയാൽ ഏകദേശം 10 കോടിയോളം രൂപയുടെ തട്ടിപ്പ് ഉണ്ടാവാനാണ് സാധ്യത. കൈരളി ന്യൂസ്, കോഴിക്കോട്.